എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടല്ലോ, ഇന്ന് നമ്മളൊരു സ്പെഷ്യൽ മീനിന്റെ ഒരു ഫ്രൈ ആണ്. അതിന്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുംബൈ ഡക്ക് എന്നാണ് അതിനെ അറിയപ്പെടുന്ന സംഭവം. വളരെ പ്രശസ്തമായിട്ടൊരു ഉള്ള മീനാണ്. മഹാരാഷ്ട്ര അല്ലെങ്കിൽ മുംബൈ എന്നൊക്കെ പറഞ്ഞ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നെറ്റിലൊക്കെ വരുന്ന ഒരു സാധനമാണ് മുംബൈ ഡക്ക് എന്ന് പറയുന്നത്. അതെ, ഡക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും താറാവായിരിക്കും, പക്ഷെ താറാവല്ല, സംഭവം ഒരു മീനാണ്. സംഭവം അതിന്റെ ഷേപ്പ് ഒക്കെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ പരിചയപ്പെടുത്തുന്ന വളരെ ഇവിടെ അതിന് പറയുന്നത് ബോംബിൽ എന്നാ സംഭവം. അത് ഉണങ്ങിയും കിട്ടും, പച്ചക്കും കിട്ടും. സംഭവം എന്തായാലും കൊള്ളാം, ഭയങ്കര ഫേമസ് ആണ്. ഇവിടുത്തെ നല്ല ടേസ്റ്റിയാണ്, ഫേവറേറ്റ് സാധനമാണ്. അപ്പൊ നമുക്ക് അവര് ചെയ്യുന്ന പോലെ തന്നെ നമുക്കൊന്ന് ചെയ്തെടുക്കാം. അപ്പൊ ഇതാ നമ്മുടെ മുംബൈ ഡക്ക് എന്ന് പറയുന്ന മീന്. ഇതൊരു പ്രത്യേക ടൈപ്പ് സാധനമാണ്. ഡക്ക് എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും വിചാരിക്കും താറാവായിരിക്കും, പക്ഷെ ഇതൊരു മീനാണ്. ഇവിടെ വളരെ ഫേമസ് ആയിട്ടുള്ളൊരു മീനാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാല് വളരെ സോഫ്റ്റ് ആണ് ഇതിന്റെ ദേഹം എന്ന് പറയുന്നത്. ഭയങ്കര മാംസളാണ് സംഭവം. ഇതിന്റെ ഇത് മുള്ളാണെങ്കിൽ വളരെ കുറവും. അതെ, മുള്ളിനാണെങ്കിൽ വലിയ ആരോഗ്യമില്ലാത്തൊരു മുള്ള. വായൊക്കെ ഒരു പ്രത്യേക ടൈപ്പ് വായാണ്, പക്ഷെ നല്ല പല്ല കേട്ടോ. ഈ വായിക്കകത്തൊരു വേറൊരു മീനും ഉണ്ട് കേട്ടോ. അതിന്റെ ഭക്ഷണമായിരുന്നു. അപ്പൊ ഇനി നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. ചെതുമ്പലും കാര്യങ്ങളൊന്നും ഇല്ല. ആകെ വേണ്ട ചിറകുകൾ ഇതുണ്ട്. ഇവിടെ 2 ചിറകുണ്ട്. പിന്നെ ഇതുണ്ട് ഇവിടെ ഇത്തിരി 2 ഉണ്ട്. ഈ സൈഡില് ഈ ഒരു സെറ്റ് ഉണ്ട്. പിന്നെ ഇതുണ്ട് ഇവിടെ പാലും. പിന്നെ തന്നെ ഇവിടെ ഒരു പിന്നൊരു അതന്നെ. ഇതിന് ചെതമ്പലില്ല കണ്ടോ, ഇങ്ങനെ അങ്ങ് സോഫ്റ്റ് ആയിട്ടിരിക്കും. അതെ അതെ, പക്ഷെ ഇതിന്റെ ഈ വായിക്കാത്ത പല്ല് ഇച്ചിരി ബലവാനാണ്. അപ്പൊ അതിപ്പോ കയ്യെ കൊണ്ടുകഴിഞ്ഞാലുണ്ടല്ലോ, ഇത് ഉണങ്ങിയതും കിട്ടും കേട്ടോ. നല്ല ഉണക്കി എടുക്കും. ഇതിങ്ങനെ മറ്റേ തുണി തൂക്കിയിടുന്ന പോലെ ഇങ്ങനെ കയറെല്ലാം ഇങ്ങനെ തൂക്കിയിട്ട് ഇത് ഉണക്കിയെടുക്കുന്ന സംഭവം. അപ്പൊ ഇനി നമുക്കിതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്കിത് ഇവിടുത്തെ രീതിയിൽ തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പൊ നമ്മുടെ താറാവ് മീനെ നമ്മളെല്ലാം ക്ലീൻ ചെയ്ത് റെഡിയാക്കി സംഭവം എടുത്തിട്ടുണ്ട്. മുംബൈ ഡക്ക് നമ്മളിത് ഇത് ഇങ്ങനെ നടുക്കൂടെ ഒന്ന് വെട്ടി ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ചെറിയ മുള്ളുണ്ട്, പക്ഷെ കുഞ്ഞു പിള്ളേർക്ക് പോലും വേണമെങ്കിൽ കഴിക്കാവുന്ന തരത്തിലുള്ള മീനാണിത്. മുള്ളിന്റെ പേരുകളാണുള്ളൊരു മുള്ള. നമുക്ക് വേണേ നന്നായിട്ട് കടിച്ച് കഴിക്കാവുന്ന തരത്തിലുള്ള. അപ്പൊ നമുക്ക് ഇത് ഫ്രൈ ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കാം. റവ എടുത്തിട്ടുണ്ട്. റവ ഇല്ലാതെ ഒരു കളിയില്ല. അത് തന്നെ. നമ്മള് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ നമ്മള് ചതച്ചെടുത്തതാണ്. 2 അല്ലി വെളുത്തുള്ളിയും ഒരു 1/4 ഇഞ്ച് വലുപ്പമുള്ളൊരു ഇഞ്ചിയുടെ പീസും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ അത് ആദ്യം ഒന്ന് ഒന്ന് കോട്ട് ചെയ്ത് നമുക്ക് വെക്കണം. അപ്പൊ ഇതിന് പ്രത്യേകിച്ച് വലിയ ഉളുമ്പോ അങ്ങനെയുള്ള ഒന്നുമില്ല കേട്ടോ. ഉളുമ്പൊന്നും ഇല്ല ഇതിന്. ഉളുമ്പും ഇല്ല, മറ്റേ ചെതുമ്പലും ഇല്ല, ഒന്നുമില്ല. മീനൊക്കെ വെട്ടാനായിട്ട് ഇഷ്ടമുള്ള അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ലേ, ചെതുമ്പലൊക്കെ കളയണമെന്നൊക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ കറക്റ്റ് സാധനമാണ് ഇത്. അപ്പൊ ഇനി നമ്മുടെ മുളക് പൊടിയൊക്കെ ഇട്. അപ്പൊ നമുക്ക് ഇതിനകത്ത് വളരെ കുറച്ച് മസാലകൾ മാത്രമാണ് ഇവരിടുന്നത്. മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുളക് പൊടി. അപ്പൊ 1/4 ടീസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് കാശ്മീരി മുളക് പൊടി ഇടാം. 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി. അല്ലെങ്കിൽ നമുക്കിനി കുരുമുളക് പൊടി വേണമെങ്കിൽ അതും കൂടെ വേണമെങ്കിൽ ചേർക്കാം. പക്ഷെ നമ്മളിപ്പം ഇത്ര മാത്രമേ ചേർക്കുന്നുള്ളൂ. അപ്പൊ ഇതിനകത്തുണ്ടല്ലോ നമ്മള് ഈ അധികം വെള്ളം ഒന്നും വേറെ ചേർക്കണ്ട. കാരണം ഈ മീനിൻ്റെ അകത്ത് നിറയെ വെള്ളമാണ്. അപ്പൊ ചിലപ്പോൾ ഉണ്ടല്ലോ ആ മീനിന്റെ വെള്ളത്തിന്റെ കൂടുതലുണ്ടായിരിക്കും നമ്മൾ ഇതിൽ റവയിൽ കോട്ട് ചെയ്തിട്ട് എപ്പോഴും ചെയ്യുന്നത്. അപ്പൊ ഇത് ഒരു 5 മിനിറ്റ് ഇവിടെ റെസ്റ്റ് ചെയ്യട്ടെ. നമുക്ക് ഇതിനകത്ത് ഉപ്പിട്ടിട്ട് വേണം റെസ്റ്റ് ചെയ്യാൻ വെക്കാനായിട്ട്. ഉപ്പിടാൻ മറന്നു. ഉപ്പിട്ടില്ലെങ്കിൽ പിന്നെ നമ്മുടെ മീനിന്റെ ടേസ്റ്റേ ഇല്ലല്ലോ അല്ലേ. നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഒരു 5-10 മിനിറ്റ് വെക്കണം. അപ്പൊ അതിന്റെ എന്താ പറയുക, മുളകും മറ്റേ ഇതെല്ലാം അതിലിട്ടൊന്ന് നന്നായിട്ട് പിടിക്കും. അപ്പൊ ഒരു 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. ഇത് ഫ്രൈ മാത്രമല്ല കേട്ടോ, ഇതൊരു കറിയും വെക്കും കേട്ടോ സംഭവം. ഇത് നല്ല വെള്ളം ഇതിന്റെ അകത്ത്. ഇത് നമ്മള് കുറച്ചു നേരം ഉണ്ടല്ലോ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഊർന്ന് വന്നോണ്ടേയിരിക്കും. അപ്പൊ അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു സംഭവം. അപ്പൊ നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാം. അപ്പൊ നമ്മുടെ സംഭവം ഒരു 10-15 മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റിനൊക്കെ വെച്ച് സംഭവം ഒക്കെ പിടിച്ച് റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഈ റവയ്ക്കകത്ത് ചേർക്കാനുള്ള ഉപ്പുണ്ട്. മുളക് പൊടി വീണ്ടും നമ്മളൊരു 1/4 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. മഞ്ഞൾ പൊടി ഒരു നുള്ളു എടുത്തിട്ടുണ്ട്. അപ്പൊ ഇതെല്ലാം നമ്മുടെ റവയ്ക്കകത്തിട്ട് മിക്സ് ചെയ്യണം. അതന്നെ. ഈ റവ നമ്മൾ കോട്ട് ചെയ്തതിലുണ്ടല്ലോ, ഈ നമ്മൾ മീൻ വറക്കത്തില്ലേ, ചളപൊളാതിരിക്കും. നമ്മുടെ ഈ പാനൊന്നും വിട്ടുപോകില്ല. അതിനാണ് ഇവര് ഇവിടെ ഏത് മീൻ ഫ്രൈ കോട്ട് ചെയ്ത് അവർ ചെയ്യുന്നത്. അതെ അതെ, നമ്മള് നേരത്തെ ഒരു വീഡിയോ ചെയ്തായിരുന്നു, നമ്മുടെ അയല വീഡിയോ.
പിന്നെ ഇന്നാള് കുറച്ച് നാൾ മുമ്പ് നമ്മൾ ഇവിടുത്തെ തന്നെ വേറെ സ്പെഷ്യൽ സാധനമുണ്ട്, കുഞ്ഞ് മാന്തലി, അതിന്റെ വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പൊ അത് കണ്ടിട്ടില്ലെങ്കിൽ അതിന്റെ ലിങ്ക് താഴെ കൊടുത്തു, അതുകൊണ്ടൊന്നും കണ്ടു കേട്ടോ. അപ്പൊ നമുക്കിത് നന്നായിട്ട് അങ്ങ് കോട്ട് ചെയ്ത് എല്ലായിടും ഞെക്കി കോട്ട് ചെയ്യണം. അപ്പോഴേ ഇതിന്റെ അകത്തോ വെള്ളത്തിന്റെ അംശം കുറയുവേ. ചില ആൾക്കാരുണ്ട് ഇത് ടിഷ്യൂ പേപ്പർ ഒക്കെ വെച്ച് ഒപ്പിയൊക്കെ എടുക്കും, തുണിയൊക്കെ വെച്ചിട്ട്. അത് തന്നെ, തുണി വെച്ചിട്ടും ടിഷ്യൂ പേപ്പർ വെച്ചിട്ടൊക്കെ ഒപ്പിയെടുക്കും. അതിന് വേണേലും ചെയ്യാം. പിന്നെ ടിഷ്യൂ പേപ്പർ നമ്മൾ ചിലപ്പോ ഉണ്ടല്ലോ അത് ഇങ്ങനെ പറ്റി പിടിച്ചെങ്കിലും നമ്മൾ കഴിക്കാനുള്ളതല്ലേ, അപ്പൊ അതുകൊണ്ട് നമ്മള് സാഹസികതയ്ക്കൊന്നും മുതിരാതെ. ഇതിപ്പോ ഇച്ചിരി അടിക്ക് പിടിച്ചാലും വേണ്ടില്ല, നമ്മുടെ വായിക്കകത്തൊക്കെ ടിഷ്യൂ പേപ്പർ പോകുന്നേക്കാളും നല്ലതല്ലേ. അപ്പൊ ഇതുപോലെ ഉണ്ടല്ലോ നമുക്കിത് മുഴുവൻ ഒന്ന് കോട്ട് ചെയ്തെടുക്കാം. കോട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് സാധാരണ നമ്മൾ ഫ്രൈ ചെയ്യുന്ന പോലെ നമ്മുടെ ഫ്രൈ പാനൊക്കെ വെച്ചിട്ടുണ്ട്, ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. നമ്മളിന്ന് കറിവേപ്പില ഒന്നും എടുക്കത്തില്ല, കാരണം നമ്മൾ ഇവിടുത്തെ രീതി ആയതുകൊണ്ട് നമ്മൾ കറിവേപ്പില എടുത്തില്ല. ഇവര് കറിവേപ്പില അങ്ങനെ ഇതിനകത്തൊന്നും ഉപയോഗിക്കുന്ന വളരെ കുറവാണ്. മല്ലിയിലയാണ് പഥ്യം. നമ്മള് 5 രൂപയ്ക്ക് കറിവേപ്പില മേടിക്കുമ്പോ ഇവര് 10 രൂപയ്ക്ക് മല്ലിയില മേടിക്കും. മല്ലിയിലൊരു കളിയില്ല. അപ്പൊ ഇത് മുഴുവൻ ഒന്ന് കോട്ട് ചെയ്ത് എടുത്തിട്ട് നമുക്ക് വറുക്കാൻ തിരക്കണം. അപ്പൊ നമ്മളിത് കംപ്ലീറ്റ് നമ്മുടെ റവയ്ക്കകത്ത് പൊതിഞ്ഞ് സെറ്റപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് ഓരോന്നിട്ട് നന്നായിട്ട് തിരിച്ചു മറിച്ചിട്ട് വറുത്തെടുക്കാം. അധികം എണ്ണ ഒഴിക്കണ്ട, കാരണം ഇത് നാട്ടിൽ കിട്ടുമോന്ന് അറിയത്തില്ല കേട്ടോ. നാട്ടിൽ കിട്ടാൻ സാധ്യത കുറവാ. പക്ഷെ എന്നാലും ഉണ്ടല്ലോ, എല്ലാരും ഒന്ന് കാണിക്കണമെന്ന് വിചാരിച്ചു. കഴിഞ്ഞ ദിവസം ഒരു നമ്മുടെ മലയാളത്തിൽ തന്നെ ഉള്ളൊരു ഏതോ ഒരു ചാനലില് മറ്റേ ചോദ്യോത്തര പരിപാടി ഇല്ലേ, അപ്പൊ അതിന്റെ അകത്തൊരു ചോദ്യമായിരുന്നു, മുംബൈ ഡക്ക് എന്ന് പറഞ്ഞാൽ എന്ത് സാധനമാണ്, മീനാണോ ഡക്കാണോ, ചാനലിൽ വന്ന ഒരു ചോദ്യമാണ്. അപ്പൊ നമ്മള് വിചാരിച്ചു എന്നാ നമുക്ക് എല്ലാരും ഒന്ന് കാണിച്ചിട്ടേ ഉള്ളു. ഇനി അങ്ങനെ ഒരു ചോദ്യം വന്നാൽ നമ്മുടെ മലയാളികൾ പതറാൻ പാടില്ല അല്ലേ. അപ്പൊ നമുക്ക് എല്ലാം ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വറുത്തെടുക്കണം. വറക്കുന്നതൊക്കെ നമ്മുടെ സാധാരണ മീൻ വറക്കുന്ന പോലെ തന്നെയാണ്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റവയിൽ കോട്ട് ചെയ്ത് വറക്കുന്നു എന്നുള്ള ഒരു സംഭവമുള്ളൂ. പിന്നെ മീനിന്റെ പ്രത്യേകത അപ്പൊ ഇനി ഒരു 2 മിനിറ്റ് പെട്ടെന്ന് വേഗം 2 മിനിറ്റ് അവിടെ ഇരിക്കട്ടെ, എന്നിട്ട് അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പൊ നമ്മളത് ഇത് ഒരു സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പൊ ഇനി നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കണം. അപ്പൊ തിരിച്ചിടുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചെടുക്കണം, പൊടിയരുത്. വളരെ വേഗം പൊടി ഭയങ്കര സോഫ്റ്റ് വിട്ടുപോയി കണ്ടോ. അതെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് അങ്ങ് നമ്മള് വളരെ ഡെലിക്കേറ്റ് ആയിട്ടിരിക്കുന്ന സാധനം. അപ്പൊ അതൊന്നും വളരെ കെയർ ചെയ്ത് വേണം നമ്മളിത് എടുക്കാനായിട്ട്. 2 കൈ ഉപയോഗിക്കേണ്ടി വരുവാന്നേ ഉള്ളൂ. എങ്ങനെയാണ് മറിച്ചിടണം കണ്ടിട്ട് ഏകദേശം പഴംപൊരി പോയിട്ടുണ്ടല്ലേ. അപ്പൊ ഇതുണ്ടല്ലോ, ഈ സംഭവത്തിന്റെ പറ്റി ശരിക്കും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഗൂഗിളിലൊക്കെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാലേ അറിയാൻ പറ്റും കേട്ടോ. മുംബൈ ഡക്ക് നമ്മൾ ജനിച്ചു കഴിഞ്ഞാല് നമ്മുടെ വീഡിയോയുടെ താഴെയും അത്യാവശ്യം ഇതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. അപ്പൊ അത് ആണെങ്കിൽ ഒന്ന് നോക്കുക. നോക്കി കഴിയുമ്പോൾ അറിയാൻ പറ്റും. കാരണം ഇത് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സാധനമായിരുന്നു കഴിഞ്ഞ ദിവസം ക്വിസില് ചോദിച്ചത്. അത് തന്നെ, നമ്മളത് കേട്ടപ്പോൾ നമുക്ക് പെട്ടെന്ന് അറിയാം, കാരണം നമ്മളിത് കണ്ടത് കാണുന്ന കാരണേ ഇവിടെ ഒരു കോമൺ സാധനം. ഇവിടെ നമ്മൾ തിരിച്ചു നോക്കിയാലും ഇതും നമ്മുടെ മറ്റേ മാന്തലി എന്ന് പറയുന്ന സാധനം അതാണ് കൂടുതൽ ആൾക്കാർ വാങ്ങിക്കുന്നത്. പക്ഷെ ഉജീബിനൊക്കെ പത്മനാഭ എപ്പോഴും വാങ്ങിക്കും. വല്ലപ്പോഴും മാത്രം വലിയ മീനൊക്കെ മേടിക്കട്ടോ. ഇതൊന്നും പക്ഷെ വാങ്ങിക്കുന്നത് നമ്മൾ അതിലെ മറ്റൊക്കെ മേടിക്കുന്നതല്ല, ഇതും മറ്റേ മാന്തലിയൊക്കെ. അപ്പൊ ഇനി ഇത് അടുത്ത സൈഡിൽ കൂടെ ഒന്ന് വെന്ത് കഴിഞ്ഞാൽ നമ്മുടെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അപ്പൊ നമ്മുടെ സംഭവം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് സാധനം. 2 സൈഡ് ഏകദേശം 2-3 മിനിറ്റ് മതി ഇത് സംഭവം റെഡിയായി കിട്ടാനായിട്ട്. അപ്പൊ എന്തായാലും കൊണ്ടല്ലോ, ഈ സാധനം കിട്ടുമെന്നൊന്ന് അന്വേഷിച്ച് നോക്കും. നമ്മുടെ നാട്ടില് കിട്ടുമെന്നുണ്ടെങ്കിൽ വാങ്ങിച്ച് മുംബൈ ഡക്ക് വ്യത്യസ്തമായ സൂപ്പർ മാർക്കറ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഇത് ഉണങ്ങിയതും ഉണ്ട് കേട്ടോ. സംഭവം ഉണങ്ങിയത് നല്ല രസമാണ് സംഭവം. പക്ഷെ ഈ മുള്ളാണ് ശ്രദ്ധിക്കേണ്ടത്. ആ വായിക്കാത്തൊരു സാധനം അപ്പൊ അത് ഭയങ്കര സംഭവം. അപ്പൊ എന്തായാലും കിട്ടുമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു വ്യത്യസ്തമായ ഒരു സാധനമാണ് കേട്ടോ. പിന്നെ ഇതിനെ കുറിച്ച് അറിയണമെന്ന് നമ്മുടെ വീഡിയോയുടെ താഴത്ത് നമ്മൾ കേട്ടോ. അപ്പൊ നമുക്ക് വേറൊരു വ്യത്യസ്ത വിഭവമായിട്ട് നമുക്ക് നാളെ കാണാം. പിന്നെ നമ്മളെപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ പുതിയതായിട്ട് കാണുന്നവർ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുടുംബത്തിലേക്ക് വരിക. പിന്നെ ബെല്ലൈക്കണും ഒക്കെ ഒന്ന് ഓൺ ചെയ്ത് റെഡിയാക്കി വെച്ചോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.
പിന്നെ കമന്റ് ഒക്കെ ഇടുക, അഭിപ്രായവും നിർദ്ദേശവും എല്ലാം ഒന്ന് കമന്റ് ചെയ്യുക. അതെ. അപ്പോൾ വ്യത്യസ്തമായ വേറൊരു റെസിപ്പി ആയിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവർക്കും ബൈ. Cause I don't give a fuck what you say. Yeah, I'ma do shit my way. So you can go kick rocks, I'ma stack bricks up, build what I want to make. Yo, I got a lot of shit to say, so I'ma do this every day. I'll be writing things until I'm fucking buried in my grave.